മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ നമ്മളൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച ഒരു സീസ് ഫെയർ എഗ്രിമെൻ്റ് ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അത് ഫർദർ ഒരു ടോക്സ് ആയിട്ട് മാറിയിട്ട് ഒരു പെർമനൻ്റ് സൊല്യൂഷൻ ഉണ്ടാകുന്ന ധാരണയായിരുന്നു. ആണത് മീഡിയേറ്റ്, അതായത് ബ്രോക്കർ ചെയ്ത് ആ ഡീല് അത് കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആകാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്ത് ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ ഡീലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പത്രങ്ങളിൽ ആദ്യം ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞു ഫ്രജയിലാണ് ഈ ഡീല്. കാരണം ഈ ഡീലിനകത്ത് പ്രത്യേകിച്ച് എന്താണ് ഫോക്കസ് ചെയ്യുന്നത് അതിനെപ്പറ്റി വ്യക്തതയില്ല. ഹോർമുസ് തുറക്കുമെന്ന് പറയും, ലെബനൻ വാറിനെ പറ്റി പറയുന്നില്ല, ഫർദർ എന്താണെന്ന് പറയുന്നില്ല. 2 ആഴ്ചത്തേക്ക് ടൂൾസ്, അതായത് വെടിനിർത്തൽ എന്ന് മാത്രം പറഞ്ഞു. പിന്നീട് ഉണ്ടായ സംഭവം നിങ്ങൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. ഇസ്രായേൽ പറഞ്ഞു ലെബനനുമായിട്ടൊരു വെടിനിർത്തലിന് ഈ ഇറാന്റെ ആവശ്യമില്ല, ഈ ഡീലിൽ പറയുന്നില്ല. എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്? ലെബനനുമായിട്ടുള്ള പ്രശ്നം അവർ ലെബനനുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്തോളാം, അതിന് ഇറാന്റെ ആവശ്യമില്ല. അതായത് ഹിസ്ബുള്ളയുമായിട്ടല്ല ചർച്ച ചെയ്യുന്നത്. മനസ്സിലാക്കണം, ഇതാണ് റോഡ് ബ്ലോക്ക് ആയി പോയത്. ലെബനിലെ എലക്റ്റഡ് ഗവൺമെൻറ്റുമായിട്ടാണ് ഡിസ്കഷൻ നടക്കുന്നത്. അതിനകത്ത് ഇസ്രായേലിൽ ലെബനീസ് ഗവൺമെൻറ്റുമായിട്ടൊരു ധാരണയിലായിട്ടുണ്ട്. ഹിസ്ബുള്ളയെ കംപ്ലീറ്റ് ആയിട്ട് ഡിസാം, അവരുടെ ഇന്ന് ആയുധം വാങ്ങുക, വാങ്ങിയെടുക്കുക, അല്ലെങ്കിൽ നശിപ്പിക്കുക. അപ്പം അതിനകത്ത് ഇറാൻ ഈ ഡീൽ അവരുടെ പ്രോക്സിയായ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഇതിൻ്റെ ആവശ്യം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഡീൽ നോക്കണം എങ്ങനെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹോർമുസ് തുറക്കണം, ഇത് തന്നെയായിരുന്നു അമേരിക്ക പറഞ്ഞത്. അതായത് അൾട്ടിമേറ്റം കൊടുത്തു, ഇത്ര ദിവസം 8 മണിക്കുള്ളിൽ ഹോർമുസ് തുറന്നില്ല എങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റും ബ്രിഡ്ജസും റെയിൽവേയും ഈ സംഭവങ്ങളെല്ലാം തകർക്കും. അപ്പം അതിൻ്റെ പേരിലാണെന്ന് രാത്രിക്ക് ഇറാൻ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് ഒരു ട്രൂസ് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇറാനിലുള്ള ആളുകൾ ഈ പവർ പ്ലാന്റും അതേപോലെ തന്നെ അവരുടെ ബ്രിഡ്ജ്, മറ്റുള്ള ഗ്യാസിൻ്റെ ഫെസിലിറ്റീസ്, അവിടെയൊക്കെ ജനങ്ങളാണ്, പട്ടാളക്കാരില്ല. കാരണം അവർക്ക് പട്ടാളത്തിന് ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് വളരെയധികം കുറഞ്ഞു, കാരണം അതിൻ്റെ കേപ്പബിലിറ്റി കുറഞ്ഞു. അപ്പം ജനങ്ങളെ ഷീൽഡായിട്ട് അങ്ങ് നിർത്താൻ ഉദ്ദേശിച്ചു. അത് ഗ്ലോബലായിട്ടുള്ള മീഡിയയിലും ഇറാനിയൻ മീഡിയയിലും ടെലിവിഷനിലും വരാൻ തുടങ്ങി. ഉറപ്പായിട്ടും അമേരിക്ക അങ്ങനെ ഒരു സാഹചര്യത്തിൽ കയറി അവിടെ ബോംബ് ചെയ്യുമ്പോൾ ഇത്രയും ആളുകൾ കൊല്ലപ്പെടും. അപ്പോൾ ട്രൂസ് എന്ന് പറയുന്നൊരു സീസ് ഫയർ എന്ന് പറഞ്ഞ സംഭവത്തിലോട്ട് പോവുകയും ചെയ്തു. ആദ്യം ഇറാൻ ആവശ്യപ്പെട്ടത് പെർമനന്റ് സീസ് ഫയർ ആണ്, അത് പറ്റില്ല എന്ന് അമേരിക്ക പറഞ്ഞു. പിന്നീട് 45 days, അതെല്ലാം മാറിയിട്ട് അവസാനം ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട സംഭവം, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇറാനിലെ ഇലക്ട്രിസിറ്റി പ്ലാന്റും മറ്റുള്ള സംഭവങ്ങൾ അറ്റാക്ക് ചെയ്യും, അതായത് വൈറ്റൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇറാനിൽ കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി ഇല്ലാതാകും, ഡീസാലിനേഷൻ നടക്കത്തില്ല, കുടിവെള്ളം, അവരുടെ ബ്രിഡ്ജസ് മുഴുവൻ ഹിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ട്രാൻസ്പോർട്ടേഷനും ഫുഡിനെയും കംപ്ലീറ്റ് ബാധിക്കും. അപ്പോഴാണ് ഇവർ പെട്ടെന്ന് 2 ആഴ്ചത്തേക്ക് ഒരു സീസ് ഫയർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫും അസിബ് മുനീർ, അതായത് പാകിസ്ഥാനി ആർമി ചീഫും ഇതൊരു എഗ്രിമെൻറ്റിലോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ എഗ്രിമെൻറ്റിനകത്ത് ഈ പറയുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഹോർമുസ് തുറക്കും, അതിനകത്തും ഇറാൻ റേഷൻ വെച്ചു. അതായത് ഓരോ ഷിപ്പുകളും പോകാൻ നേരത്ത് ഇറാൻ്റെ പുതിയ മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് $2 മില്യൺ വെച്ച് കൊടുക്കണം ഇറാൻ റീബിൽഡ് ചെയ്യാൻ. അതേപോലെ തന്നെ പറഞ്ഞു ഒരു ദിവസം 15 വെസൽസ് മാത്രമേ പോകുള്ളൂ. ഏകദേശം 450-500 വെസൽസ് ഇങ്ങനെ കാത്തു കിടക്കുകയാണ് അത് ക്രോസ് ചെയ്യാൻ. ലൈഫ് ലൈനാണ് ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലെ ഹോർമസ് എന്ന് പറയുന്നത്. കാരണം ക്രൂഡ് ഗ്യാസും വിറ്റില്ലെങ്കിൽ പോകാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഇത് ഇന്ത്യയുടെ ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ നിന്നും വളരെയധികം എക്സ്പോർട്ടുകൾ മുടങ്ങി കിടക്കുകയാണ്. അപ്പം പെട്ടെന്ന് മനസ്സിലാക്കുക, ഹോർമസുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പുതിയ ന്യായീകരണം വെച്ചു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും വളരെ ക്ഷുഭിതരായിട്ടിരിക്കുകയാണ്. ഇസ്രായേൽ പൂർണ്ണമായിട്ടും ലെബനനുമായി ബന്ധപ്പെട്ട് ഇതിനെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ പറയുന്ന അമേരിക്കയാണ്, ഇസ്രായേലാണെങ്കിൽ ഇപ്പോൾ ഇറാനിൽ ബോംബ് ചെയ്യുന്നില്ല, അതാണ് വസ്തുത. പക്ഷേ ഇതിൻ്റെ ലെബനിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യ, UAE അതേപോലുള്ള രാജ്യങ്ങളിലും കുവൈറ്റ്, ബഹ്റൈനിലൊക്കെ അറ്റാക്ക് ചെയ്തു. ഇപ്പം ഇനി 2ാമത്തെ സ്റ്റേജിലോട്ട് പോവുകയാണ് ഈ അറ്റാക്ക്. കാരണം ഈ പറയുന്ന പാകിസ്ഥാൻ
പ്രധാനമന്ത്രിയുടെ ട്രൂസ് പൊളിഞ്ഞു പോയി. പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ എന്തൊക്കെയോ ട്വീറ്റ് ചെയ്ത് ഇസ്രായേലിനെതിരെ. ഇസ്രായേൽ പൂർണ്ണമായിട്ടും പറഞ്ഞു അവർ പാകിസ്ഥാനെ നേരിട്ടോളാം, ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ട് പറഞ്ഞു. അത് ഇന്ത്യയുടെ തലവേദന മാറിക്കൊടുക്കുകയാണ്. പെട്ടെന്ന് ആ ട്വീറ്റ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പ്ലാറ്റ്ഫോം എക്സിൽ നിന്ന് പിൻവലിക്കുന്നു. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഫേസിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് ആലോചിക്കേണ്ടത്. അതായത് സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇനി ഫർദർ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? ഈ പവർ പ്ലാന്റും ബ്രിഡ്ജും ഈ കർഗ് ഐലൻഡും കയറി അറ്റാക്ക് ചെയ്യും. ചിലപ്പോൾ കർഗ് ഐലൻഡിനെ ഒഴിവാക്കും. കാരണം പെട്ടെന്ന് കയറി ഇത് റവന്യൂ റിക്കവറി ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗം അതിനെ ഒഴിവാക്കി ഈ ഭാഗം കയറി അറ്റാക്ക് ചെയ്യും. ഇത് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറലായിട്ട് ഇറാൻ സറണ്ടർ ആവും. കാരണം പവറില്ല, കാരണം വണ്ടികൾ മൂവ് ചെയ്യാൻ പറ്റുന്ന ബ്രിഡ്ജസ് ഇല്ല, റെയിൽവേ പാലങ്ങളില്ലാതാകും. അതായത് അതിന് വലിയൊരു സൈക്കോളജിക്കൽ വാർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ജനങ്ങൾ ഈ പറയുന്ന അവർ തെരുവിലല്ല ഇറങ്ങുന്നത്. പിന്നീട് ഇതിൻ്റെ ഭരണകർത്താക്കൾക്കെതിരെ അവർ മുന്നോട്ട് വരും. അതായത് വാറിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്, അതായത് ഈ 1-2 ദിവസത്തിനുള്ളിൽ വീണ്ടും വാർ പൊട്ടിപ്പുറപ്പെടുമെന്നാണ് അമേരിക്കൻ പത്രങ്ങളൊക്കെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ അന്ന് രാത്രി അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്ത അൾട്ടിമേറ്റം ആ സമയത്ത് പറന്നുയർന്നതാണ്. ഈ UK ബേസ് ചെയ്യുന്ന അമേരിക്കയുടെ ഹ്യൂജ് എയർക്രാഫ്റ്റ് B-2 എയർക്രാഫ്റ്റുകളൊക്കെ ബോംബറൊക്കെ പറന്നുയർന്നതാണ്. പക്ഷേ ആ രാത്രിയിൽ ആ എഗ്രിമെൻ്റ് വന്നു കഴിയുമ്പോഴാണ് തിരിച്ചത് പറക്കുന്നത്. അപ്പോൾ അതും അങ്ങോട്ടൊരു ഭാഗത്ത് പോകുന്നു. അതായത് ഇസ്രായേലും തയ്യാറായിട്ട് നിൽക്കുന്നു. ഏകദേശം 2 ദിവസം കൊണ്ട് വാറ് തീർക്കാം, അതായത് ഇറാനെ കത്തിച്ച് പൂർണ്ണമായിട്ടും കളയാം. ഈ ഒരു ധാരണയിലായിരിക്കും അടുത്ത വാറിൻ്റെ സെക്കൻഡ് ഫേസ്. ഹാർഡ് ഹീറ്റിംഗ് ആയിരിക്കും. ആ ഹാർഡ് ഹീറ്റിങ്ങിനകത്ത് ഈ പറയുന്ന വൈറ്റൽ ഇൻസ്റ്റലേഷൻ മനസ്സിലാക്കി, ഇതിലൊന്നും അമേരിക്കയും ഇസ്രായേലും തൊട്ടിട്ടില്ല. അവരുടെ ന്യൂക്ലിയറിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് ആ ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ട്, പവർ പ്ലാന്റ്, അപ്പോൾ അതിൻ്റെ സൈഡിൽ കൊണ്ട് ബോംബ് ചെയ്തു എന്നല്ലാതെ അത് പൂർണ്ണമായിട്ടും കത്തിച്ച് കളഞ്ഞിട്ടില്ല. അതിൻ്റെ ജോലിക്കാരെ റഷ്യൻ സാങ്കേതിക വിദ്യയിലാണ് ജോലിക്കാരെയൊക്കെ മാറ്റി. പക്ഷേ അതും കയറി അറ്റാക്ക് ചെയ്യും. ഇതെല്ലാം കൂടെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പം ഇറാൻ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്ത് വേറെ അവർക്ക് ഓപ്ഷൻ ഇല്ല. കാരണം ഒരു രാജ്യത്തെ ഇലക്ട്രിസിറ്റിയും ട്രാൻസ്പോർട്ടേഷനും ഇല്ലാതെ ഒരു രാജ്യം പിന്നെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ആഹാരം വേണം, അത് ഇലക്ട്രിസിറ്റി വേണം, അതെത്ര ചൂടാണ്. ഈ സംഭവങ്ങൾ ആശുപത്രിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇതൊക്കെ നിലച്ച് കഴിയുമ്പോൾ ഒരു രാജ്യമെന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിവിലൈസ്ഡ് രാജ്യം, അതായത് ഇറാൻ്റെ സിവിലൈസേഷൻ ഇല്ലാതാക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഒരു ട്വീറ്റിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇറാനെ പൂർണ്ണമായിട്ടും ഡാർക്കിലോട്ട് കൊണ്ടുപോവുക. അതായത് വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഏകദേശം 10, 50, 60 വർഷം പുറകിലോട്ടങ്ങ് കൊണ്ടുപോവുക. അത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ധാരണയില്ല. കാരണം അവരുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല. അവർക്കിൻ്റെ ഹോർമോസ് ഇല്ല, രാജ്യം തന്നെ ആർക്കെങ്കിലും കൊടുക്കും. ഇതിനകത്ത് അറിയാൻ സാധിക്കുന്നത്, അമേരിക്കൻ പത്രങ്ങളും ഗ്ലോബൽ മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ വെടിനിർത്തലുമായിട്ട് സൗദി അറേബ്യയ്ക്കും UAEക്കും താല്പര്യമില്ല. അവർ അമേരിക്കൻ പ്രസിഡന്റിനോടും വൈറ്റ് ഹൗസിനോടും പ്രഷറൈസ് ചെയ്യുകയാണ്. ഈ ഇറാൻ്റെ കീ ആയിട്ടുള്ള പവർ ആണെങ്കിലും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ബ്രിഡ്ജ് ആണെങ്കിലും അവരുടെ കർഗ് ഐലൻഡ് അടിക്കാൻ. അതായത് ഇറാൻ്റെ ഒരു കസ്റ്റഡിയിൽ ഹോർമസ് ഉണ്ടാകാൻ പാടില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിരിക്കണം എന്ന നിലപാടിലാണ് സൗദി UAE ഉറച്ചു നിൽക്കുന്നത്. അതായത് അവർ നേരത്തെ ഇറാനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ടും മാറി. കാരണം അവരുടെ എക്കോണമിയെ ലൈഫ് ലൈനെയും ബാധിക്കാൻ തുടങ്ങി. ഉറപ്പായിട്ടും ഇന്ത്യക്കാരെ ബാധിക്കും. ഏകദേശം 85 ലക്ഷം ഇന്ത്യക്കാരെ ഇത് ബാധിച്ചു തുടങ്ങി. അതിന് രണ്ടാമത്തെ സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ തിരിച്ചടി ഇറാൻ കൊടുക്കുന്ന ഇസ്രായേലിനോട്ട് ആയിരിക്കുകയില്ല. അത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലായിരിക്കും അവർ ഈ വെപ്പൺസ്, അതായത് മിസൈലാണെങ്കിലും ഡ്രോൺസ് എല്ലാം വിടുന്നത്. അത് സാധാരണക്കാരനായ എല്ലാ ആളുകളെയും ബാധിക്കും. കേരളത്തിൽ അവരുടെ ബന്ധുമിത്രങ്ങൾ അവരെ ബാധിക്കും. അതായത് ഇങ്ങോട്ട് വരുന്ന റെമിറ്റൻസ് അതിനെ ബാധിക്കും. ജോലി ഇല്ലാതാകും. അതായത് ഓൾറെഡി അത് വലിയ ഷാർപ്പായിട്ടാണ് ഈ രാജ്യങ്ങളിലൊക്കെ ജോബ് ഡിക്ലൈൻ ചെയ്ത് പല പ്ലാന്റുകളും അടച്ചു, പല പെട്രോ കെമിക്കൽസ് അടച്ചു, പല എണ്ണപ്പാടങ്ങൾ അടിച്ചു, ഗ്യാസിൻ്റെ സംഭവങ്ങൾ ഖത്തറിൽ അടച്ചു. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫർദർ എസ്കലേഷൻ എവിടെ ചെന്ന് നിൽക്കും? അത് ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കും. ഈ പറയുന്ന അറബ് രാജ്യങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, അത് ഈ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളെ വളരെ ഡീപ്പായിട്ട് ബാധിക്കും. അത് RBIയുടെ ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഡീപ്പായിട്ടാണ്
ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള GDP-യെ, അതായത് ഇന്ത്യയിലെ തൊഴിലിനെ ബാധിക്കും, എല്ലാത്തിനും ഇത് ബാധിക്കും. ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ സീരിയസ് ആയിട്ട് ബാധിച്ചു കഴിഞ്ഞു. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അമേരിക്കയുമായിട്ട് ഡീല് സൈൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് പോവുകയാണ്. കാരണം ഈ സാധനങ്ങളെല്ലാം കെട്ടിക്കിടക്കുകയാണ്, ഇതിനൊരു മൂവ്മെൻ്റ് ഇല്ല. മനസ്സിലാക്കുക, ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുക, അവരുടെ പുതിയ വോളിയം വന്നു, അമേരിക്കയുടെ എക്സ്പോർട്ടിൻ്റെ വോളിയം വന്നു. ഏകദേശം ഹ്യൂജ് ആയിട്ടുള്ള അമേരിക്കൻ എക്സ്പോർട്ട് കൂടിയിരിക്കുകയാണ്. അതാണ് അടുത്ത തമാശ എന്ന് പറയുന്നത്. ഹ്യൂജ് ആയിട്ടാണ് കൂടിയിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ സർപ്ലസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ് ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്, ചില രാജ്യങ്ങൾക്ക് വാറെന്ന് പറയുന്നത് അവരുടെ മാർക്കറ്റും ബിസിനസ്സാണ്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക്. ഈ പറയുന്ന ഇസ്രായേൽ ഈ ഇറാൻ വാറും ഈ ഗാസ വാറും കഴിഞ്ഞപ്പോൾ അവരുടെ എക്കോണമി ഷാർപ്പായിട്ടാണ് ഷൂട്ട് ചെയ്തത്. കാരണം അതിനൊരു വലിയ മാർക്കറ്റുണ്ട്, ഹ്യൂജ് മാർക്കറ്റുണ്ട്. ഇത് എല്ലാ രാജ്യങ്ങളും ഉണ്ടാക്കുന്നില്ലേ വെപ്പൺസ്? കാരണം വെപ്പൺ ടെസ്റ്റിങ്ങും പരിപാടികളും ഒക്കെ നടത്തുന്ന സ്ഥലമാണ് ഈ വാറിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. തിരിച്ചു ഉറപ്പ്, ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്ര ചാടിയാലും അതിനൊരു പരിമിതിയേ ഉള്ളൂ. കാരണം അവരുടെ പല ഈ മിലിറ്ററി കേപ്പബിലിറ്റി എന്ന് പറയുന്ന കംപ്ലീറ്റ് ഇല്ലാതായി, അവരുടെ നേവി ഇല്ലാതായി, അതേപോലെ എയർഫോഴ്സ് ഇല്ലാതായി. ഏകദേശം 40-50 സോട്ടുകൾ അവർ എയർഫോഴ്സ് പറന്നുകൊണ്ടിരുന്നു, അത് കംപ്ലീറ്റ് ഇല്ലാതായി. ഈ പറയുന്ന മിസൈലും ഡ്രോൺസും മാത്രമേ ഉള്ളൂ. അതിനൊരു പരിധി കഴിയുമ്പോൾ അതിൻ്റെ കേപ്പബിലിറ്റി ഷാർപ്പായിട്ട് ഇപ്പോഴേ കുറഞ്ഞു എന്ന് റിപ്പോർട്ടുണ്ട്. കാരണം ഈ പഴയ പോലെ അവരത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന ഇസ്രായേലിലോട്ടാണെങ്കിലും മിഡിൽ ഈസ്റ്റ് പഴയ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഉറപ്പായിട്ടും ഇസ്രായേലിലെ ആളുകൾ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ വന്നിട്ട് അവരെ സഹായിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. അതായത് മനസ്സിലാക്കുക, വരാനുള്ള 2 ദിവസം കഴിഞ്ഞ വാർ വീണ്ടും രൂക്ഷമാകും. അതോടുകൂടി ഇറാൻ കത്താനുള്ള സാധ്യത പൂർണ്ണമായിട്ടുണ്ട്. അതായത് പൂർണ്ണമായിട്ട് ഇറാൻ കത്തിത്തീരും. അതോടുകൂടി ഹോർമസ് പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡൻ്റ് ആകും. ഹോർമസ് മാറിയില്ല എങ്കിൽ, അതായത് ഇപ്പോൾ ഇറാൻ്റെ കസ്റ്റഡിയിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇന്ത്യക്കാരെ പറ്റി മലയാളികളെ പറ്റി പറയുമ്പോൾ ഏകദേശം 85 ലക്ഷം ഇന്ത്യക്കാരെ ബാധിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് 10 ദിവസം തുറന്നില്ല എങ്കിൽ 50 ലക്ഷത്തോളം ഇന്ത്യക്കാരെ ഡയറക്റ്റായിട്ട് ഇത് ബാധിക്കാൻ പോവുകയാണ്.